ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം കുടുംബം ബന്ധങ്ങളിൽ സുസ്ഥാപിതമാണ്. കുടുംബാംഗങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധമാണ് ഒരു കുടുംബത്തെ സുസ്ഥിരമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് ദൈവം ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന സുപ്രധാന കൽപ്പനയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ക്രിസ്തീയ അയൽക്കാരൻ എന്ന് പോലും പറഞ്ഞിട്ടില്ല, നിന്റെ അയൽക്കാരൻ. നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും അടുത്ത അയൽക്കാരൻ എന്ന് പറയുന്നത് നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ താമസിക്കുന്നവരാണ്. അവരാണ് ഏറ്റവും അടുത്ത അയൽക്കാർ. അവരെ സ്നേഹിക്കാതെ നമ്മൾ മറ്റാരെയെല്ലാം സ്നേഹിച്ചെന്ന് പറഞ്ഞാലും അതിന് പ്രസക്തി ഉണ്ടാകത്തില്ല. പറയുണ്ട്, ഏറ്റവും അടുത്ത അയൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മോടുകൂടെ വസിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടായിരിക്കാം, അവരുടേതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ പാപങ്ങൾ തെറ്റുകൾ ക്ഷമിക്കാനും അവരുടെ കുറവുകൾ സഹിക്കാനും വെളി ലഭിച്ചവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. 1 യോഹന്നാൻ 3-ാം അധ്യായം 11-ാമത്തെ വചനം, 4-ാം അധ്യായം 11-ാമത്തെ വചനം, അവിടെ എല്ലാം പറയപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സുപ്രധാന കൽപ്പന എന്ന് പറയുന്ന വചനം നമുക്ക് നൽകുന്ന ഒരു കൽപ്പന. അത് പരസ്പരം സ്നേഹിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മർക്കോസ് 12-ാം അധ്യായം 30-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും മുഴുശക്തിയോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ. മറ്റെല്ലാ കൽപ്പനകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഗലാത്യർ 5-ാം അധ്യായം 14-ാമത്തെ വചനം എടുക്കുമ്പോൾ നമ്മൾ കാണുക, മറ്റെല്ലാ കൽപ്പനകളും ഇതിലുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. വിശുദ്ധ കൊച്ചു ത്രേസ്യ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, സ്നേഹമാണ് മറ്റെല്ലാ വിളികളെയും ഉൾക്കൊള്ളുന്ന വിളി. നമ്മൾ വിവാഹ ജീവിതത്തിന് വിളിക്കപ്പെട്ടവരാണെങ്കിലും സമർപ്പണ ജീവിതത്തിന് വിളിക്കപ്പെട്ടവരാണെങ്കിലും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്നേഹമാണ് മറ്റെല്ലാ വിളികളെയും ഉൾക്കൊള്ളുന്ന സ്നേഹം. പറയുണ്ട്, സമർപ്പണ ജീവിതം, പൗരോഹിത്യം ഇതെല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചെങ്കിലും സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നാം പരാജയപ്പെടുകയാണ്. രണ്ടാമതായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, സഹോദരങ്ങളെ സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തെ അറിഞ്ഞവർക്ക് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ദൈവത്തെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാമത്തെ വചനവും 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനവും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4-ന്റെ 8 പറയുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയാത്തവനാണ്. 1 യോഹന്നാൻ 4-ന്റെ 20 പറയപ്പെട്ടിരിക്കുന്നത്, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയണമെങ്കിൽ കാണപ്പെടുന്ന സഹോദരങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കണം. 1 പത്രോസ് 4-ാം അധ്യായം 7-8 വചനങ്ങൾ എടുക്കുമ്പോൾ നിരവധി പാപങ്ങൾ മറയ്ക്കുന്നൊരു കാര്യമാണ് പരസ്പര സ്നേഹം. സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടാകട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു.
അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവസാനമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2206 പറയപ്പെട്ടിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ബന്ധമുണ്ടാകണം. അതാണ് സഭ പറയുക. വികാരങ്ങൾ, താല്പര്യങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ പരസ്പര ബഹുമാനത്തിൽ ഊന്നിയിരിക്കണം. പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, ഇതാണ് കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോമൺ ആലോചന, പൊതുവായ ഒരാലോചന അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒന്നിച്ചിരുന്ന് സംസാരിച്ചും പ്രാർത്ഥിച്ചുമാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മക്കളെ വളർത്താൻ തീവ്രമായ ഒരു സഹകരണം മാതാപിതാക്കൾ കാണിക്കണം എന്നുള്ളത് ഈ ഒരു പാരഗ്രാഫ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2206 പാരഗ്രാഫ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാനും തിരുത്തേണ്ടത് തിരുത്തുവാനും വേണ്ട കൃപ ദൈവത്തിൽ നിന്നും യാചിച്ചുകൊണ്ട് കുടുംബ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ദുർമരണം, അകാല മരണം എന്നിവ സംഭവിച്ച കുടുംബങ്ങൾക്ക് വേണ്ടി. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.